അബ് കി ബാർ ചാർ സൗ പാർ എന്ന് കേൾക്കാത്തവർ രാജ്യത്ത് വിരളമായിരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. തങ്ങളുടെ NDA മുന്നണി 400 സീറ്റ് പിടിക്കുമെന്ന് BJP നേതാക്കൾ കൊട്ടിഘോഷിച്ച തെരഞ്ഞെടുപ്പിലെ ഫലത്തെ തുടർന്ന് ഈ വാചകം പരിഹാസ്യമായി തീർന്നത് രാജ്യം മറന്നിട്ടില്ല. കേവല ഭൂരിപക്ഷം പോലും നേടാനാവാതെ ജനാധിപത്യ കരുത്തിൽ കനത്ത പ്രഹരമേറ്റ് 543 അംഗ ലോക്സഭയിൽ BJP നയിക്കുന്ന മുന്നണിക്ക് വെറും 240 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. ഇന്ത്യ മുന്നണി നൽകിയ ആഘാതത്തിൽ പല്ലും നഖവും സടയും കൊഴിഞ്ഞ മൂന്നാം NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ജൂൺ 9 ഒരു വർഷം പൂർത്തിയാകുമ്പോൾ പരാജയങ്ങളുടെ തുടർക്കഥയാണ് രാജ്യത്തിന് പറയാനുള്ളത്. ആദ്യ 2 ടേമിൽ മോദി സർക്കാർ എന്ന് മാത്രം ഉച്ചരിച്ച ആളുകളെ കൊണ്ട് രണ്ടാം ഊഴത്തിൽ NDA സർക്കാർ എന്ന് തിരുത്തി പറയിക്കാൻ നിതീഷ് കുമാറിന്റെ JDU-വിനും ചന്ദ്രബാബു നായിഡുവിന്റെ TDP-ക്കും കഴിഞ്ഞു എന്നിടത്താണ് കേന്ദ്രത്തിന്റെ ആദ്യ പരാജയം. ഞൊടിയിടയിൽ കശ്മീരിന്റെ പ്രത്യേക പദവി വരെ എടുത്തുകളഞ്ഞ മുൻ അനുഭവത്തെ മുൻനിർത്തിയല്ല മൂന്നാം ഊഴത്തിൽ BJP കരുക്കൾ നീക്കിയതെന്ന് ചുരുക്കം. ലോക്സഭയിൽ 12 സീറ്റുകളുള്ള JDU-വിനെയും 16 സീറ്റുകളുള്ള TDP-യെയും ഒരു തരത്തിലും പിണക്കാൻ കഴിയില്ല. പിണക്കിയാൽ ഭരണകസേരയിൽ നിന്ന് നിലം പതിക്കുമെന്ന് BJP-ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒന്നാം ഊഴത്തിലും രണ്ടാം ഊഴത്തിലും മോദിയുടെ പിറന്നാൾ വരെ സർക്കാർ ചെലവിൽ വൻ ആഘോഷമാക്കിയ കേന്ദ്ര സർക്കാരിനെ ഇത്തരം മോദി പൂജകളിൽ നിന്നടക്കം പിന്നാക്കം പോകേണ്ടി വന്നു. കേന്ദ്ര ബജറ്റിന്റെ സ്വഭാവം മാറി. ഇപ്പോൾ ആന്ധ്ര ബീഹാർ ബജറ്റുകളായി. നിതീഷ് കുമാറും പ്രതിപക്ഷവും കാലങ്ങളായി ആവശ്യപ്പെട്ട ജാതി സർവേ കണ്ടില്ലെന്ന് നടിച്ച കേന്ദ്രത്തിനൊടുവിൽ വഴങ്ങേണ്ടി വന്നു. ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിത് കാശി മധുര ബാക്കി ഹേ എന്ന് വീണ്ടും പാടി തങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന് ചിന്തിച്ചവർക്ക്, രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയവർക്ക് കനത്ത തിരിച്ചടിയേറ്റ ഒരു വർഷമാണ് പൂർത്തിയായത്. പാകിസ്ഥാന് പ്രഹരം നൽകാനായി എന്നു പറഞ്ഞാണ് NDA സർക്കാരിന്റെ വാർഷികാഘോഷം. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്ക് ആധാരമായ കശ്മീരിലെ പഹൽഗാമിൽ 26 പേർ കൊല്ലപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു പരാജയമാണെന്നത് ഒരു അവകാശവാദങ്ങൾ കൊണ്ടും മറച്ചു പിടിക്കാനാവില്ല. ഓപ്പറേഷൻ സിന്ദൂറിനിടയ്ക്ക് കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ പാക് ആക്രമണത്താൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് ഇതുവരെ കേന്ദ്രം പുറത്തുവിട്ടില്ല. കേന്ദ്രം വിളിച്ച യോഗത്തിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ഈ കണക്ക് ചോദിച്ചെങ്കിലും നൽകിയില്ല. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഔദ്യോഗിക വാർത്താ സമ്മേളനം നടത്തിയ കേണൽ സോഫിയ ഖുറേഷിക്കും വിദേശകാര്യ ഉദ്യോഗസ്ഥൻ വിക്രം മിസ്രിക്കും കുടുംബത്തിനുമെതിരായ സംഘപരിവാർ സൈബർ ആക്രമണത്തിൽ ഒരു നടപടിയും കൈക്കൊണ്ടില്ലെന്നതും കേന്ദ്രത്തിന്റെ പരാജയം വിളിച്ചോതുന്നതാണ്. തന്റെ സുഹൃത്താണ് ട്രംപ് എന്ന് നരേന്ദ്രമോദി വീരവാദം മുഴക്കുന്നത് രാജ്യം പലവട്ടം കേട്ടതാണ്. എന്നാൽ ആ ട്രംപും അമേരിക്കയും ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അപമാനിച്ച സംഭവത്തിൽ മോദി സൗകര്യപൂർവ്വം മൗനം പാലിച്ചു. ഇന്ത്യൻ പൗരന്മാരെ കുടിയേറ്റക്കാരെന്ന് മുദ്രകുത്തി കൈകാലുകൾ ബന്ധിച്ച് അമേരിക്കയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ സംഭവത്തിൽ രാജ്യം മുഴുക്കെ പ്രതിഷേധമുയർന്നിട്ടും മോദി അമേരിക്കയ്ക്കെതിരെ ഒരക്ഷരം ഉരിയാടിയില്ല. ന്യൂനപക്ഷങ്ങളെ എക്കാലത്തും വേട്ടയാടിയ ചരിത്രമാണ് BJP-ക്കുള്ളത്. അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് വഖഫ് ബിൽ പാസാക്കിയത്. ഈ നിയമ ഭേദഗതിയിലൂടെ വഖഫ് സ്വത്തുക്കൾ കൈയടക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. ഇന്ത്യയെ ലോകത്തിന് മുൻപിൽ ലജ്ജിപ്പിച്ച സംഭവമാണ് രാജ്യത്തിൻ്റെ മഹാദുഃഖത്തിന് കാരണമായ 300-ലേറെ പേർ കൊല്ലപ്പെട്ടെന്ന് അനൗദ്യോഗിക കണക്കുള്ള മണിപ്പൂരിലെ വംശഹത്യ. അതിനു കാരണമായതോ BJP-യുടെ മറ്റൊരു രാഷ്ട്രീയ അജണ്ട. BJP-യുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാതെ മണിപ്പൂരിനെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് തള്ളിവിട്ടു. ഒടുവിലിതാ ഒരു സംഘപരിവാർ നേതാവിന്റെ പേരിൽ അശാന്തിയുടെ നാടായി തുടരുകയാണ് മണിപ്പൂർ. ഒരു വർഷത്തിനിടെ പ്രളയം നേരിട്ട ബീഹാറിന് 1748 കോടിയും ആന്ധ്രയ്ക്ക് 1380 കോടിയും അരുണാചലിന് 256 കോടിയും അസമിന് 795 കോടിയും നൽകിയപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേരളത്തിനെ സഹായിച്ചില്ല. ഇതിൽ പ്രതിഷേധം ആളിക്കത്തിയതോടെ നൽകിയത് തിരിച്ചടക്കേണ്ട സഹായധനം.
ഡിസാസ്റ്റർ ടൂറിസ്റ്റായി മോദി വയനാട് സന്ദർശിച്ചതിന്റെ ചെലവിൽ 40-ലേറെ ലക്ഷമാണ് ചെലവായത്. അതുപോലും തരാതെയാണ് കേന്ദ്രം കേരളത്തോട് ക്രൂരത കാട്ടിയത്. ദുരന്തത്തിൽ മാത്രമല്ല കേന്ദ്രം സഹായിക്കാത്തത്, കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട വിഹിതം തരാതെ സാമ്പത്തിക ഉപരോധമാണ് സംസ്ഥാനത്തിനെതിരായി ഇപ്പോഴും തുടരുന്നത്. ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം, 1600 രൂപ ക്ഷേമ പെൻഷൻ, വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം തുടങ്ങിയ സർവ്വ മേഖലകളിലും കേരളം നമ്പർ 1 ആയത് കേന്ദ്രത്തിന്റെ സഹായമില്ലാതെയാണെന്നത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഹിന്ദി നാമം നൽകാത്തതിന്റെ പേരിലടക്കം കേരളത്തിന് വിഹിതം തരാത്തത് നമ്മൾ കണ്ടതാണല്ലോ. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് വിടുവായത്തം പറയുന്ന കേന്ദ്രത്തിനു 3-ാം ഊഴത്തിലെ ഒരു വർഷക്കാലത്തും രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായില്ല. ദരിദ്രരെന്നും ദരിദ്രരും സമ്പന്നരെന്നും സമ്പന്നരുമായിരിക്കുന്ന സ്ഥിതിവിശേഷം മാറ്റിപ്പണിയാൻ NDA സർക്കാരിന് ഒരു ഘട്ടത്തിൽ പോലും കഴിഞ്ഞില്ല. കേന്ദ്ര ബജറ്റുകളിലടക്കം കോർപ്പറേറ്റുകൾക്ക് അക്കമഴിഞ്ഞ സഹായം നൽകുന്ന കാഴ്ചയാണുണ്ടായതെന്ന് ഏറ്റവും വലിയ തെളിവ്. ദേശീയപാതകളും രാജ്യത്തെ വിവിധ ഇടങ്ങളിലെ പാലങ്ങളും വിമാനത്താവളങ്ങളും പൊളിഞ്ഞു വീണത് നിർമ്മാണങ്ങളിലടക്കം കേന്ദ്രം നടത്തുന്ന അഴിമതി വ്യക്തമാക്കുന്നതാണ്. BJPക്ക് ഏറ്റവും അധികം ഇലക്ടറൽ ബോണ്ട് നൽകിയ മേഘ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മിച്ച ദേശീയപാതകളടക്കമാണ് കേരളത്തിൽ പൊളിഞ്ഞതെന്ന് ഇതിനോട് ചേർത്തു വെക്കേണ്ടതാണ്. 1ഉം 2ഉം NDA സർക്കാരുകൾ കൈക്കൊണ്ട ജനവിരുദ്ധ കേരള വിരുദ്ധ രീതികൾ തുടർന്ന മറ്റൊരു വർഷം കൂടിയാണ് പൂർത്തിയായത്. CPIM നേതാവ് M സ്വരാജ് മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞതിനെ ഈ വിഷയവുമായി ചേർത്ത് വെച്ച് ചെറിയ മാറ്റങ്ങളോടെ ഇങ്ങനെ പറയാം: വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊന്നുണ്ടാകുമെന്ന് നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ?